വിസിലടിക്കുമ്പോ കുക്കർ ഓഫ് ചെയ്തേക്കണം കേട്ടല്ലോ. കേട്ടല്ലോ, ഒരു വിസില്. കുറെ തുണി മണ്ടക്ക് കഴുകിയിട്ടുണ്ട്, അത് എടുത്തു വെച്ചേക്കണം. കേട്ടല്ലോ, എടുത്തു വെച്ചേക്കണം. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ വിളിച്ചു പറയാം. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറക്കല്ലോ കേട്ടോ. ബെഡ്ഷീറ്റ് എടുത്തിട്ടേക്കണേ. ബെഡ്ഷീറ്റ് ബാത്റൂം കഴുകിയിടണം കേട്ടോ. അതിനകത്ത് കിടക്കുന്ന തുണി. എടാ ചെടിക്ക് വെള്ളം ഒഴിക്കണേ. ബെഡ്ഷീറ്റ് വെളിയിലിടണേ. വെള്ള തുണി പറക്കിടണേ. നീയാ കട്ടിലടിച്ച്. അണ്ണനെന്നും പറഞ്ഞിട്ട് തോന്നിയ ദിവസം പറയില്ല കേട്ടോ. നീയാ അടിച്ച്. കോംപ്രമൈസ്. തൊട്ടിച്ചാലോ? ഒരുപാട് വട്ടം ഞാനോട് പറഞ്ഞാ ഒടിക്കല്ലേ കേട്ടില്ല. അങ്ങനല്ല, ഞാൻ ചേട്ടനോടാ പറഞ്ഞ് ഒടിക്കല്ലേ പക്ഷെ ഒടിച്ച്. ഞങ്ങൾ ഒടിച്ചു തരാം. അച്ഛനും അമ്മയും പണ്ട് ഡബിളിലായിരുന്നോ? ഓ, ഇത് അതൊന്നും അല്ല, ഇത് അന്തർദേശീയ നാണന്തല്ല. ചന്തി വരെ പൊട്ടി. എടീ, ഒരു കട്ടില് വാങ്ങിച്ചാ പറ്റത്തുള്ളൂ. അത് മോശമല്ലേ? അത് മോശമല്ല അച്ഛാ, ദോഷമാ. ഞാനൊന്ന് കട്ടിന്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. അതൊരു നല്ല തീരുമാനം. എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാടാ. ഒടിഞ്ഞ കട്ടില് പെരക്കകത്തൊന്നും എടുത്ത് മാറ്റണം. എഴുന്നേറ്റ് പോടാ. ഞാൻ ചെയ്യണോടാ. അത് ഞാൻ ചെയ്യണോ? നല്ലപോലെ പിടിക്കണം. ഇത് നമുക്ക് നടക്കുന്നു. ബാക്കിയും കൂടെ ഒടിച്ചാലോ, പെട്ടെന്ന് കൊണ്ടുപോകുമ്പോ. അതൊരു നല്ല ഐഡിയ. എടിയേ, കടയായ കടകളെല്ലാം കേറി ഇറങ്ങി. കട്ടിലിനൊക്കെ ഭയങ്കര വിലയാ. കൊക്കിൽ ഒതുങ്ങുന്നു തോന്നുന്നില്ല. എങ്കിൽ ഞങ്ങൾ ആ കൊക്കിൽ ഒതുക്കിയാലോ? PLX makes life simple. വെറും 100 രൂപയ്ക്ക് ഡബിൾ കോട്ട് കിങ് സൈസ് കട്ടിൽ. എപ്പടി ഇருக்கு തന്തേ? എടാ, എന്നാ ഫോൺ കുത്തി അങ്ങോട്ട് വിളിയടാ. ബെല്ലുണ്ട്. ഹലോ ചേട്ടാ, പറഞ്ഞു ഒരു കട്ടില് വിൽക്കാൻ വേണ്ടി. കട്ടിൽ വെക്കാനുണ്ട്. 100 രൂപയ്ക്ക്. പിന്നെ 100 ഉള്ളു. ശരിക്കും 100 രൂപ? ശരിക്കും 100 രൂപ ഉള്ളു. വീട്ടിൽ കൊണ്ടുതരും ഞാൻ. ഡെലിവറി ചാർജ് എത്ര ആവും? ഡെലിവറി ചാർജ് ഒന്നും തരണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുവോ? പിന്നെന്താ, പിന്നല്ലാതെ. നിങ്ങൾക്കിപ്പോ എന്ത് ലാഭം? ലാഭം അതൊക്കെ ബൾക്കായിട്ട് കൊടുക്കുന്നില്ല. അത് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം എന്തിനാ? ഞാൻ കൊണ്ട് തരത്തില്ലയോ? എവിടെ സ്ഥലം? 100 ജംഗ്ഷന് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടാക്കാവോ? ആ, കൊണ്ട് വെക്കാവോ? ഹലോ, ബിസിന്ന് കാണിക്കുന്നു. സ്വിച്ച് ഓഫ്. അപ്പഴേ വെച്ചില്ലയോ? ഞാൻ പറഞ്ഞില്ലേ ഉടായിപ്പാന്ന്. ഞാനേ കടം വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ ഒക്കെ WWE അങ്ങാണ്ട് പിടിച്ച് ഭിത്തി കേറക്കണം ഇമാരൊക്കെ. എടിയേ, മക്കളെ ഇങ്ങോട്ട് വന്നടാ. ഇങ്ങോട്ട് ഓടി വന്ന്. ഇതെന്താ? ഞങ്ങള് പറഞ്ഞില്ലയോ 100 കട്ടില് കൊണ്ടുവച്ചേക്കോ. 100 രൂപ എടുത്താ മതി. ഞങ്ങള് വാഴയാണോ? കണ്ടുപഠിക്ക്. ഞാൻ വെയിറ്റ്. 100 കട്ടിൽ എങ്ങനെ ഉണ്ടച്ചാ? കട്ടിലാകെ 100 രൂപ ഉള്ളു. ആ പൈസ പോലും ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി അവൻ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തോ സംതിങ് മിസ്റ്റേക്ക് ഇല്ലേ? ചിലർ അങ്ങനെ ഈ വീട്ടിലൊക്കെ ചില സാധനങ്ങൾ അധികമായിട്ട് വരുമ്പോഴേ എടുത്ത് ചുമ്മാ കളയും. അങ്ങനെ കളഞ്ഞ പറ്റില്ല, ഇല്ലയോ? മതി. ഇനി അങ്ങാണം WWE എന്ന് പറഞ്ഞങ്ങാണം രാത്രിയായി. ഗുഡ് നൈറ്റ് ട്രെൻഡി. ട്രെൻഡിന്റെ തന്ത. ഇവനെന്താ പദവില്ലാതെ കൂർക്കൊക്കെ വലിക്കുന്നേ? എന്തുവാന്ന് എന്തോ പുതിയ ശീലങ്ങള്. അവനെന്തിയാടാ, എഴുന്നേറ്റില്ലയോ? ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്നു. ഭയങ്കര കൂർക്കം വരും. ഇതാരുടെ സൗണ്ട്?
എടേങ്ങി വന്നേടേ മോനെ. എടാ മോനെ, മോളെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോടി. എടാ എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോടാ. എടാ ഒരു ബക്കറ്റ് വെള്ളം കക്കൂസി കൊണ്ടുപോടാ. എന്നെ ആരെങ്കിലും നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് എന്തോ ഒരു ബാധ കയറിയത് സർവമായ പടം ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം ഇങ്ങനെ തന്നെ. ഈ ബാധ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സിദ്ധാന്തങ്ങൾ പലതുണ്ടെങ്കിലും ഈ ബാധ പോണെങ്കിൽ ഈ ബാധയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ കക്കൂസി പോണെന്നല്ലേ മോനെ പറഞ്ഞേ? കക്കൂസി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കക്കൂസി കൊണ്ടുപോകണം മോളെ. അടിച്ചാൻ ചെവിക്കല്ലേ ഞാൻ പൊട്ടിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം. കൊച്ചിയല്ല, അവിടെ സാധിച്ചു. എല്ലാരും എന്തിനാ മക്കളെ അപ്പൂപ്പനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? നിനക്ക് എന്റെ അനിയന്റെ പ്രായമുണ്ട്. അപ്പൊ എന്താ ഇതേ ഈ കിടക്കുന്ന എന്റെ ചേട്ടന്റെ ബോഡിയില ശരീരം. ഇതൊക്കെ ഞാനപ്പോ ഇതെവിടെ എവിടെ? ഇത് എന്റെ വീടാ, എന്റെ കട്ടിലാ പുതിയത്. അച്ഛനെ വേറെന്തുവാ? വീടാ. വല്ല ഓർമ്മയുണ്ടോ? മക്കൾ എത്ര പേരുണ്ട്? ഒന്നും ഓർമ്മയില്ല. ഒരു മോനും മോളും ഉണ്ടെന്നറിയാം, പക്ഷെ പേരൊന്നും ഓർമ്മയില്ല, സ്ഥലം എവിടാന്ന് ഓർമ്മയില്ല. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നമുക്കിത് അങ്ങനൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആദ്യമേ ഈ പുള്ളി എങ്ങനെ മരിച്ചത് നമ്മൾ കണ്ടുപിടിക്കണം, എന്നാലേ ഈ ബാധയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മ വരുത്തുള്ളൂ. അതങ്ങനെ കണ്ടുപിടിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ആ സന്ദർഭം നമ്മളൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യണം. എടാ മോനെ, എപ്പോഴും ഈ കക്കൂസ് കക്കൂസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കക്കൂസിലെങ്ങാനും തലയിടിച്ച് വീണയാണോ? എന്നാ പിന്നെ എപ്പോഴും ഓർമ്മ വന്നാലും പുള്ളി 4 വട്ടം കക്കൂസി പോകുന്നുണ്ട്. വല്ലതും ഉരുട്ടിയിട്ട് വന്നാണോ? നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? അങ്ങോട്ടിരുന്നേ. അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അച്ഛനെ ഞാൻ പിടിക്കാം. അയ്യോ അച്ഛനെ ഞാൻ പിടിച്ച് നടത്തുവാണ്. അയ്യോ അച്ഛൻ താഴെ വീണേ. അമ്മേ അച്ഛനെ ഒന്ന് പിടിക്ക്. എണ്ണീറ്റ്. അപ്പൊ അതല്ല. അച്ഛൻ എന്തിയടാ? അച്ഛനെ ഞാൻ കൊണ്ട് കളഞ്ഞമ്മേ. ആണോ? ആ ഞാൻ കൊണ്ട് കളഞ്ഞു കേട്ടോ അവിടെ. എനിക്ക് താമേ എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റം ഇല്ലല്ലോടാ. ഇതിനൊക്കെ കാരണം നിന്റെയൊക്കെ റസലിങ്ങാ. രമണി മോളെ കക്കൂസി കൊണ്ടുപോയി. രാജാ രാജാ. അമ്മ റസ്ലിന്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് മോന്റെ ഒക്കെ പേര് ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് രണ്ടുപേരും കൂടെ റസ്ലിംഗ് നടത്താം. ബാ ഉള്ള ഓർമ്മ വരും. അച്ഛാ ഞാനേ ജംഗ്ഷൻ വരെ പോവാ. പിള്ളേരെ നോക്കിക്കാണ്. പഞ്ചോടിച്ചോണ്ട് തരാം. ചെല്ല്. ഇനി അടിക്കാൻ കണ്ണുപിടിക്കണേ. എന്താ